തമാശയല്ല പറയാൻ പോകുന്നത്, കാര്യമായിട്ടാണ്. പല്ലിനെ കുറിച്ചാണ്, പല്ല് തേപ്പിനെ കുറിച്ചാണ്. പല്ല് തേക്കുമ്പോൾ നിങ്ങൾ പേസ്റ്റ് ദുർവ്യയം ചെയ്യേണ്ട എന്ന് മാത്രമേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പോൾ ടൂത്ത് പേസ്റ്റുകളുടെ പരസ്യത്തിൽ കാണാം, ബ്രഷിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അത്രയും നീണ്ട ബ്രസിൽസിൻ്റെ അത്രയും നീണ്ട അളവിൽ പേസ്റ്റ് എടുക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന പരസ്യങ്ങൾ, വിഷ്വൽ പരസ്യങ്ങൾ. അങ്ങനെ മാന്തി എടുത്തു കഴിഞ്ഞാൽ 100 ഗ്രാം പേസ്റ്റ് 4 ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ. അതല്ലാതെ ശ്രദ്ധിച്ചാൽ ഒരുപാട് കാലം ഉപയോഗിക്കാം. ഒരു കടുക് മണിയോളം, ഏറി വന്നാൽ അരിമണിയോളം മാത്രമേ പേസ്റ്റ് ആവശ്യമുള്ളൂ. പ്രധാന നടൻ ബ്രഷാണ്. പേസ്റ്റ് ഒരു ലൂബ്രിക്കൻ്റ് മാത്രമാണ്. ബ്രഷിന് ഓടാൻ സൗകര്യമാക്കുന്ന രീതിയിലുള്ളൊരു പ്രവർത്തനം മാത്രമാണ് പേസ്റ്റിൻ്റെ പതകൾ ചെയ്യുന്നത്. വൃത്തിയാക്കുന്നത് ബ്രഷാണ്, ലൂബ്രിക്കൻ്റ് മാത്രമാണ് പേസ്റ്റ് എന്ന് പറയുന്നത്. പേസ്റ്റ് കുറച്ച് ഉപയോഗിച്ചാൽ മതി. ഈ അരിമണിയോളമോ കടുക് മണിയോളമോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 100 ഗ്രാം പേസ്റ്റ് ഒരു കൊല്ലത്തേക്ക് നിൽക്കും. പല്ലുതേപ്പ് എന്തായാലും ഒഴിവാക്കാൻ കഴിയില്ല, പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിലെ പല്ലുതേപ്പ്. അതിനിടയ്ക്ക് പറയട്ടെ, ലോകത്ത് ആരോഗ്യരംഗത്ത് ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളിൽ അല്ലെങ്കിൽ മുന്നേറ്റങ്ങളിലൊന്ന് ഡെന്റിസ്റ്റുമായി ബന്ധപ്പെട്ടതാണ്. ദന്തരോഗ വിഭാഗം എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ മുന്നേറ്റമാണ് ഏറ്റവും പ്രധാനം. കാരണം മനുഷ്യന് ദീർഘായുസ് നൽകുകയിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ച മെഡിക്കൽ ശാഖകളിലൊന്ന് ഡെന്റിസ്ട്രിയാണ്. നല്ലപോലെ പല്ല് സംരക്ഷിച്ച് നിലനിർത്തി കഴിഞ്ഞാൽ ദീർഘകാലം കുറച്ച് ആരോഗ്യമുള്ള പല്ലുകളുണ്ടാകുകയും നല്ല തരം ഭക്ഷണങ്ങൾ, പ്രോട്ടീനേറ്റഡ് ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള ഭക്ഷണങ്ങളൊക്കെ തന്നെ മിക്കവാറും കടിച്ചും ചവച്ചൊക്കെ അരച്ച് കഴിക്കേണ്ടി വരുന്നവയാണ്. അത് സാധ്യമാവണമെങ്കിൽ പല്ലിന് ആരോഗ്യം എല്ലാ കാലത്തും ഉണ്ടാവണം. അതിലത്രയും പലപ്പോഴും നമ്മൾ അത്തരം ഖരപദാർത്ഥങ്ങളൊക്കെ ഒഴിവാക്കുകയും വെറും ദ്രാവകങ്ങളിൽ മാത്രം ഒതുങ്ങുകയും ചെയ്യും. ഏറ്റവും ഈസി ആയിട്ട് കഴിക്കാവുന്ന സാധനം മാത്രം കഴിക്കുന്നൊരവസ്ഥ വരികയും ശരീരം ക്ഷയിക്കുകയും പെട്ടെന്ന് പ്രായമാവുകയും ചെയ്യും. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10-30 വർഷം മുമ്പൊക്കെ പോലും ആളുകൾ ഒരു 10-35-40 വയസ്സാകുമ്പോഴേക്കും മധ്യവയസ്കരായിട്ടുണ്ടാവും. അത്യാവശ്യം പ്രായത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ ശരീരത്തിലാകമാനം പ്രത്യേകിച്ച് പല്ലിലുണ്ടാവും. കാരണം പ്രധാനമായിട്ട് പല്ല് നശിക്കുന്നു, ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി കുറയുന്നുള്ളത് തന്നെയാണ്. 45-50 വയസ്സാകുമ്പോൾ വൃദ്ധന്മാരാകുന്നു. 60-ാം പിറന്നാളൊക്കെ ആഘോഷിച്ചിരുന്നത് ഭയങ്കര അപൂർവമായിട്ടാണ്. കാരണം 60 വയസ്സിലേക്ക് എത്തുന്ന ആളുകൾ കുറവായിരുന്നു. നമ്മുടെ ആയുർദൈർഘ്യം കുറവായിരുന്നു. വേറെ പല കാരണങ്ങളുണ്ട് ആയുർദൈർഘ്യം കൂടാനായിട്ട് പിന്നീട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് പല്ലുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. പല്ല് തേക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമ്മൾ എപ്പോഴും പല്ല് തേപ്പ് ആദ്യം ഓർമ്മ വരിക കാലത്ത് ബ്രഷിംഗ് ആണ്. ഒരിക്കലും കാലത്ത് ബ്രഷിംഗ് അല്ല പ്രധാനം. കാലത്ത് നിങ്ങൾ ബ്രഷ് ചെയ്തില്ലെങ്കിലും അതിൻ്റെ ദോഷം അനുഭവിക്കാൻ പോകുന്ന നാട്ടുകാരാണ്. നിങ്ങൾക്ക് ദോഷം കുറവാണ്. നാട്ടുകാർ നിങ്ങളുടെ വായനാറ്റം സഹിക്കാൻ പറ്റില്ലെന്ന് മാത്രമേ ഉള്ളൂ. ബ്രഷ് ചെയ്യേണ്ടത് രാത്രിയാണ്. രാത്രി കിടക്കാൻ നേരത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും മറ്റൊന്നും ചെയ്തില്ലെങ്കിൽ പോലും ബ്രഷ് ചെയ്യാതെ കിടക്കരുത്. കാരണം ബ്രഷ് ചെയ്യാതെ കിടന്നു കഴിഞ്ഞാൽ രാത്രി നിങ്ങളുടെ പല്ല് നിറയെ അണുക്കൾ, ബാക്ടീരിയയും വൈറസും പോലുള്ള അണുക്കൾ നടമാടി രാത്രി മുഴുവൻ 8-9-10 മണിക്കൂർ നിങ്ങൾ ഉറങ്ങുന്ന സമയം മുഴുവൻ വായിൽ നല്ലൊരു കൾച്ചറായി മാറി അത് പടർന്ന് വയറ്റിലേക്ക് പോലും പടർന്നു പോവുകയും നിങ്ങളുടെ ആരോഗ്യമില്ലാതാക്കുകയും പല്ലിനെ ക്ഷയിപ്പിക്കുകയും പിന്നീട് നല്ല പല്ലുകൾ എന്ന് പറയുന്നൊരു സംഗതി ഇല്ലാതാവുകയും എന്നും ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് അപ്പോയിൻമെൻറ്റിന് പോകുന്ന ഒരു ഗതികളിലേക്ക് എത്തുകയും ചെയ്യും. അപ്പോൾ ബ്രഷിങ് പ്രധാനമാണ്, പ്രത്യേകിച്ചും രാത്രിയിലെ ബ്രഷിങ്. പകൽ മുഴുവൻ ഭക്ഷണം കഴിക്കുമ്പോൾ വായ വൃത്തിയാക്കുന്നതിന് ബ്രഷിങ് തന്നെ വേണമെന്നില്ല. രാത്രിയിൽ ബ്രഷ് ഒഴിവാക്കാനും പാടില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് കുട്ടികളിൽ നിർബന്ധമായും ചെറിയ പ്രായം മുതൽ തന്നെ പരിശീലിപ്പിക്കേണ്ട കാര്യമാണ്. എന്ത് തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവരുത്. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പോലും രാത്രി ബ്രഷ് ചെയ്യാതെ കിടക്കരുത്. പ്രായമായാൽ പോലും പകുതി പല്ലുകൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പോലും ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള പല്ലുകൾ സംരക്ഷിക്കാൻ രാത്രികാല ബ്രഷിങ് വളരെ പ്രധാനമാണ്. അത് നിർബന്ധമാവുക. അതോടൊപ്പം ഞാൻ പറഞ്ഞ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. പേസ്റ്റ് ഒരു കടുക് മണിയോളം മാത്രമേ വേണ്ടൂ, അതല്ലെങ്കിൽ ഒരു അരിമണിയോളം മാത്രമേ വേണ്ടൂ. ഈ പരസ്യങ്ങളിൽ കാണുന്ന പോലെ ബ്രസിലിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പേസ്റ്റ് എടുത്ത് പ്രത്യേകിക്കേണ്ട യാതൊരു കാര്യമില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഗുണം കമ്പനികൾക്ക് മാത്രമേ ഉള്ളൂ, നമുക്കില്ല. നമുക്ക് ശ്രദ്ധാപൂർവ്വം ചെയ്തു കഴിഞ്ഞാൽ ഇത് പേസ്റ്റിൽ വരുത്തുന്ന ഈ പരിമിതമായ ഉപയോഗശീലം മറ്റു പലതിലും ഷാമ്പൂ അടക്കമുള്ള പല കാര്യങ്ങളിലും നമുക്ക് പിന്നീട് ഗുണപ്രദമാവുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു.